രാജ്യതലസ്ഥാനമായ ഡൽഹി ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ ഇന്നലെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന കാര്യാലയങ്ങൾ ലക്ഷ്യം ഇട്ടുകൊണ്ട് ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്ന് ദീൻ ദയാൽ ഉപാധ്യായ മാർഗിലെ പാർട്ടി ഓഫീസും പരിസരവും ഇപ്പോൾ കനത്ത പോലീസ് വലയത്തിലാണ്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിനാണ് ഭീഷണി സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. അതവർ IBക്ക് ഫോർവേഡ് ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും സംയുക്തമായി സ്ഥിതിഗതികൾ വിലയിരുത്തി. സെൻട്രൽ ഡൽഹിയിലെ BJP ആസ്ഥാനം കൂടാതെ BJPയുടെ സംസ്ഥാന ഓഫീസിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രിയോടെ തന്നെ ഈ പ്രദേശങ്ങളെല്ലാം പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദീൻ ദയാൽ ഉപാധ്യായ മാർഗിൽ കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും വാഹന പരിശോധന ശക്തമാക്കുകയും ചെയ്തു. പ്രദേശത്തെ CCTV ക്യാമറകൾ പോലീസ് നിരീക്ഷണത്തിലാണ്. സംശയാസ്പദമായ രീതിയിൽ കാണപ്പെടുന്ന വ്യക്തികളെയും വാഹനങ്ങളെയും പരിശോധിക്കാൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിച്ചു. വെറും ഒരു രാഷ്ട്രീയ ഓഫീസ് എന്നതിലുപരി രാജ്യത്തെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അടുത്തുള്ള പ്രദേശമെന്ന നിലയിൽ BJP ആസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് പോലീസ് നൽകുന്നത്. ഭീകര സംഘടനകൾ വലിയ തോതിലുള്ള ആക്രമണത്തിന് പദ്ധതിയിടുന്നുണ്ട് എന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഡൽഹിയിലെ തിരക്കേറിയ വിപണികൾ, മെട്രോ സ്റ്റേഷനുകൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസ് കമ്മീഷണർ നേരിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ പ്രമുഖ ഓഫീസുകളിലും തിരക്കേറിയ പ്രദേശങ്ങളിലും ചാവേർ ആക്രമണങ്ങൾ, വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള സ്ഫോടനം, അതായത് IED ആക്രമണം അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് ആക്രമണം തുടങ്ങിയവയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിക്ക് ലഭിച്ച മുന്നറിയിപ്പിൽ പറയുന്നത്. നഗരത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ കെട്ടിടങ്ങൾ, രാഷ്ട്രീയ ഓഫീസുകൾ, മാർക്കറ്റുകൾ, ഗതാഗത കേന്ദ്രങ്ങൾ, മറ്റ് തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ബോംബ് സ്ക്വാഡുകൾ, സ്നഫർ ഡോഗ് യൂണിറ്റുകൾ, ഡൽഹി ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള ക്വിക്ക് റിയാക്ഷൻ ടീമുകൾ എന്നിവരോട് അതീവ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന പാക് ഭീകരൻ ഷഹ്സാദ് ഭട്ടിയുമായി ബന്ധപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ആക്രമണ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. തലസ്ഥാനത്തെ ഒരു പ്രമുഖ ക്ഷേത്രം ഉൾപ്പെടെ ചില ഉന്നത സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഡൽഹി സോണിപത്ത് ഹൈവേയിലെ ജനപ്രിയ ധാബയിൽ ഗ്രനേഡ് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും വിവരമുണ്ട്. കഴിഞ്ഞ വർഷം ചെങ്കോട്ടയിൽ 15 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത മാരകമായ കാർ സ്ഫോടനത്തെ തുടർന്ന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള വൈറ്റ് കോളർ ഭീകര മൊഡ്യൂളെ ചിലരെ പോലീസ് പിടികൂടിയിരുന്നു. അതിന്റെ ഒരു അടുത്ത ഘട്ടമെന്നോണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഭീകരാക്രമണ പദ്ധതി എന്നതാണ് ഡൽഹി പോലീസിലെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന.